ഉൽപ്പത്തി സ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഗർഭഗൃഹങ്ങളോട് കൂടിയിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഒരു ശവകുടീരത്തിൻ്റെയും മുകളിൽ പടുത്തുയർത്തിയതല്ല. ഒരു സിദ്ധൻ്റെയും സമാധി സ്ഥാനങ്ങളുമല്ല. ഒരു ശവാരാധനയും അവിടെ നടക്കുന്നില്ല. പ്രേതാരാധനയും നടക്കുന്നില്ല. ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെ ദുർമരണപ്പെട്ട പ്രേതമല്ല എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം. അപരബ്രഹ്മത്തെയാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ, നിർഗുണ ബ്രഹ്മത്തെയാണ് പറയുന്നത്. അതിനാണ് ത്രിഗുണത്താൽ പൂജ ചെയ്യുന്നത്. പാല്, അരി, പത്മം ഇവ ചേർത്ത് ത്രിഗുണത്താൽ പൂജ ചെയ്യുന്നത് നിർഗുണ ബ്രഹ്മത്തിനാണ്. അപരബ്രഹ്മത്തിന് മേലെയാണ് നിർഗുണ ബ്രഹ്മം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം തെറ്റായിട്ടുള്ള ധാരണകൾ ആദ്യം തന്നെ മാറ്റിവെക്കുക. ഒരു സിദ്ധൻ്റെയും സമാധി സ്ഥാനങ്ങളല്ല, ഒരു ശവദേശങ്ങളുമല്ല, ശിവദേഹങ്ങളാണ് ഓരോ ക്ഷേത്രഭൂമിയും. ഒരു മതത്തിൻ്റെയും മതിൽക്കകമല്ല ക്ഷേത്രഭൂമി. മതങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടങ്ങളാണ്. അല്ലാതെ മതത്തിൻ്റെ മതിൽക്കെട്ടല്ല ക്ഷേത്രം എന്ന് തിരിച്ചറിയണം. ജൈനമതക്കാരുടെയോ ബുദ്ധമതക്കാരുടെയോ ആരാധനാലയത്തിന് മുകളിൽ തച്ച് തകർത്ത് പടുത്തുയർത്തിയതല്ല ക്ഷേത്രഭൂമി. 1 സെൻറ്റോ അല്ലെങ്കിൽ 5 സെൻറ്റോ 50 ഏക്കറോ ഒരു പ്രദേശമോ കിട്ടിയാൽ അവിടെ പണിയാൻ പറ്റുന്ന ഒന്നല്ല ക്ഷേത്രം എന്നുള്ള ചിന്തയെങ്കിലും മറ്റുള്ളവർക്കുണ്ടാവണം. സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യമാകുന്നതിന് മാത്രമാണ് സിദ്ധി എന്ന് പറയുന്നത്. മനുഷ്യന് സാധ്യമാകുന്നതിന് മാത്രമാണ് സിദ്ധി എന്ന് പറയുന്നത്. അസാധ്യമായതിനല്ല സിദ്ധി എന്ന് പറയുന്നത്. അത് എക്സ്പീരിയൻസ് കൊണ്ട് സാധിക്കുന്നതുമാണ്, ജ്ഞാനം കൊണ്ട് മാത്രം സാധിക്കുന്നതുമാണ്. അല്ലാതെ സിദ്ധന്മാരുടെ സമാധിസ്ഥാനങ്ങളല്ല ക്ഷേത്രങ്ങൾ. ഈ രീതിയിലുള്ള പ്രചരണം വളരെ മോശമാണ്. ഒരു ഖബർസ്ഥാനങ്ങളുമല്ല ക്ഷേത്രങ്ങൾ. ആരുടെയും ശവകുടീരങ്ങളിലല്ല ഈ ഗർഭഗൃഹങ്ങളോട് കൂടിയിട്ടുള്ള ഉൽപ്പത്തി സ്ഥാനങ്ങളായിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇരിക്കുന്നത് എന്നെങ്കിലും നമ്മളുടെ ആചാര്യന്മാർ പറയുവാനുള്ള ബാധ്യതയുണ്ട്. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. ആത്മാവ് നഷ്ടപ്പെട്ടാൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ, ആ ശിവത്വം നഷ്ടപ്പെട്ടാൽ അത് ശവം തന്നെയാണ്, അത് ബോഡി വേസ്റ്റ് തന്നെയാണ്. ഏത് ക്ഷേത്രത്തിലാണ്, നമ്മളുടെ അറിവിൽ ഏത് ക്ഷേത്രത്തിലാണ് ഒരാളുടെ, ഒരു തന്ത്രിയുടെയോ അല്ലെങ്കിൽ വേറെ ആചാര്യൻ്റെയോ ഭൗതിക ശരീരം അടക്കം ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളത്? ഇന്നില്ലെങ്കിൽ ഇന്നലെ നടന്നു എന്ന് എങ്ങനെ പറയാൻ നമുക്ക് കഴിയും? ഏത് തന്ത്രി കുടുംബത്തിലുള്ള ആൾ മരിച്ചാലും, ഏത് സിദ്ധൻ മരിച്ചാലും ആ ബന്ധുക്കൾ പോലും ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് ആ പുലയ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഏത് ആളെയാണ് നമ്മളുടെ ഓർമ്മയിൽ കണ്ടിട്ടുള്ളത് ക്ഷേത്രഭൂമിയിൽ അടക്കം ചെയ്തത്? എന്തിനാണ് ഇത്തരം നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്? വളരെ മോശമാണ്, വളരെ കഷ്ടമാണ്. നമസ്തേ.